എന്റെ ഭാഗ്യലക്ഷ്മി, ആ അഞ്ജലിയുടെ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തു പറ്റി? കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ പണവും സ്വർണവും ഒക്കെ ചോദിക്കുന്നു. ഞാൻ എന്താ അങ്ങേരോട് പറയേണ്ടത്? അല്ല, എന്റെ ഒരു സംശയാണേ. ആ, ചോദിക്ക്. നിങ്ങള് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവളെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിരുന്നോ? അത് എവിടെ? എല്ലാം ഞാൻ അച്ഛനെ വിട്ടിരിക്കുക. അപ്പൊ നിങ്ങളൊന്നും അന്വേഷിച്ചില്ലേ? അതെന്താ? പെട്ടെന്ന് തന്നെ മാരേജ് ഉറപ്പിച്ചോണ്ട് ഞാൻ പിന്നെ ഒന്നും അന്വേഷിക്കാൻ പോയില്ല. അഞ്ജലിയുടെ അച്ഛൻ ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാ. അപ്പോ അഞ്ജലിയുടെ കുടുംബത്തെ കുറിച്ചൊക്കെ അച്ഛന് ഐഡിയ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് പാർട്ടി ഓഫീസിൽ എപ്പോഴും കണ്ടുപരിച്ചുണ്ടാവും. അല്ല, ഈ അഞ്ജലിയുടെ അമ്മ എന്ത് ചെയ്യുന്നു? അവര് ഈ അഞ്ജലിയുടെ പ്രസവത്തിലേ മരിച്ചു എന്നാ ഞങ്ങളോട് പറഞ്ഞത്. നിലവിൽ അച്ഛനും മോളും മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അഞ്ജലിന്റെ സാമ്പത്തിക സ്ഥിതി എന്നല്ല ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ എന്നാ ശരി, ഓക്കെ ബൈ. ശരി എന്നാലോ, ഓക്കെ. അല്ല ഭാഗ്യലക്ഷ്മി, എന്റെ ഒരു സംശയാണേ. നിന്നോട് നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ എന്താ വിനയനോട് പറയാത്തത്? അവളുടെ അച്ഛനും അമ്മയും ഒളിച്ചോടി വന്നതാണെന്നും അതിൽ കല്യാണം പോലും കഴിക്കാതെ ഉണ്ടായ മകളാണ് ഈ അഞ്ജലി എന്നും നിനക്ക് വിനയനോട് പറഞ്ഞൂടെ? മാത്രമല്ല, അമ്മ ജീവിച്ചിരിക്കെ ഒരു മോള് തന്നെ അമ്മ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അഞ്ജലിയുടെ അമ്മ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറയുന്നതൊക്കെ പ്രശ്നമല്ലേ? എല്ലാം സമ്മതിച്ചു. അല്ല, ഞാൻ ഈ വിഷയമൊക്കെ പറഞ്ഞാ എന്താ സംഭവിക്കുക? പറയ്. അതിപ്പോ സ്വാഭാവികമായിട്ട് കല്യാണം മുടങ്ങും. അത് വേണ്ട. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് നമ്മൾ കാണണ്ട. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. വിവാഹം ഉറപ്പിച്ചിട്ട് അത് മുടങ്ങാന്ന് വെച്ചാ ആ അഞ്ജലി എത്ര വേദനിക്കും. മാത്രമല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് വിനേട്ടനല്ലേ അന്വേഷിക്കേണ്ടത്? അത് നമ്മുടെ പണിയാണോ? അതെന്തോ ആവട്ടെ, ആ കല്യാണം മുടങ്ങിയാൽ ചിലപ്പോൾ വിനയൻ നിന്നെ വിവാഹം കഴിച്ചാലോ? ഓ, അങ്ങനെയൊരു വിവാഹമൊന്നും എനിക്ക് വേണ്ട. എന്നാല് അങ്ങനെയൊരു യോഗമുണ്ടോ? അത് നടക്കുകയും ചെയ്യും. ഓ, നീ എന്തോ ചെയ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. ഇങ്ങനെയാണ് ഇവളെ കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോ കുറച്ച് പൈസ ഉണ്ട്. കല്യാണം അടിപൊളിയായി നടത്താനുള്ള പൈസ. വിനയനെ ചായ കുടിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. വിളിച്ചാലും ഇവിടുന്ന് ചായ കുടിക്കാറില്ലല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ചായ കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ദിവസമൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. കാരണം സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം മാനേജ് ചെയ്യാൻ ആളില്ല. നമ്മളില്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കൂല. അതുകൊണ്ട് പോണം. ശരിയേ, ഓക്കെ, താങ്ക് യു. മോളെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കണം മോളെ. നമുക്ക് ചെയ്യിക്കാം. ബല്ലെ ബല്ലെ ബല്ലെ. താമരത്തണ്ടുകൾ ചിന്നി മിന്നി വാരി കൊള്ളിമീനും ചിന്നി മിന്നി വാരി കൊള്ളിമീനും.
കേൾക്കുമോ നീ വെടിയുമോ പ്രേമരാജ്യത്തിൻ ഭാഷകൾ പൂമുഖത്തിൽ ഒരു ചന്ദനപ്പൊട്ടിട്ട് നാവിന്നോ ഇന്നു നാണമായി പൂമുഖത്തിൽ ഒരു ചന്ദനപ്പൊട്ടിട്ട് നാവിന്നോ ഇന്നു നാണമായി വാസന്തസദ്യയിൽ നീ വന്നു ആലോലമാകുന്ന താമരത്തണ്ടുകൾ ചിന്നിമെന്നി വാനിൽ കൊള്ളിമീനും ചിന്നിമെന്നി വാനിൽ കൊള്ളിമീനും വാസന്തസദ്യയിൽ നീ വന്നു ആലോലമാകുന്ന താമരത്തണ്ടുകൾ ചിന്നിമെന്നി വാനിൽ കൊള്ളിമീനും ചിന്നിമെന്നി വാനിൽ കൊള്ളിമീനും. അയ്യോ ഇടിക്കരുത്. ആ നോക്കഞ്ജലി, നമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ലേ. നീ അടുക്കള എന്തെങ്കിലുമൊക്കെ സഹായിക്കേ. പാവ അച്ഛനത് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു. അടുക്കള സഹായിക്കണോ? യുബിൻ അടുക്കള പണി? അതെ. നോ, എനിക്ക് അടുക്കള പണിയൊന്നും അറിയില്ല. അറിയെങ്കിൽ തന്നെ ചെയ്യില്ല. അതെന്താ? അടുക്കള പണി ഫ്രീ ആയിട്ട് എടുപ്പിക്കാനാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? അതൊന്നും നടക്കില്ല കേട്ടോ. അല്ല, അതിപ്പോ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? അതിനിപ്പോ ഒന്ന് അടുക്കളയിൽ സഹായിച്ചു വിചാരിച്ചിട്ട് ഇത്ര വലിയ തെറ്റാണോ? അതിന് നിങ്ങളൊരു വേലക്കാരി വെക്കണം. അതൊന്നും എന്റെ പണിയിൽപ്പെട്ടതല്ല. പിന്നെ നിന്റെ പണിയിൽപ്പെട്ടത് എന്താണാവോ? അതെ, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ കട്ടയ്ക്കുണ്ടാവും. അതൊക്കെ പോരെ? ഓ ശരി. അടുക്കളയെന്ന് അച്ഛൻ പറഞ്ഞു വിട്ടതായിരിക്കും. അച്ചോ, മരുമകളുടെ കലാപരിപാടി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാൽക്കുലേഷൻ പിഴച്ചല്ലോടാ. ആ, ഇതൊരു തുടക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, ചെറിയ പ്രായമല്ലേ അവൾക്കുള്ളൂ. എല്ലാം ശരിയാകണം. എല്ലാം ശരിയായാ മതി. നീ ധൈര്യമായിട്ടേ. നമ്മളെ പാർട്ടിയിൽ എങ്ങനെ ഇങ്ങനെയൊന്നുണ്ടായി? അടിച്ചു മോനെ. കഷ്ടം. ബ്രിഡ്ജ് തകർന്ന കേസിൽ ഹൈക്കോടതി വിധി നമുക്കെതിരെയാകുമോ എന്നൊരു സംശയം. ഈയിടെയായി നമ്മുടെ വക്കീലിനും വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. സത്യം, എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. നമ്മളെ നശിപ്പിച്ചേ അടങ്ങൂന്നുള്ള വാശിയിലാണല്ലോ നാട്ടുകാർ മുഴുവനും. അതാണ് എന്താ ചെയ്യാ. ബ്രിഡ്ജിന്റെ നഷ്ടപരിഹാരവും കൂടെ ജയിൽവാസവും ഒരുമിച്ച് കിട്ടിയാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ആ വിനയനാണ് ഈ കേസ് നടത്തുന്നത്. അതിനായി വലിയ വക്കീലിനെല്ലാം കൊണ്ടുവന്ന് നമുക്കെതിരെ കേസ് വാദിക്കുന്നേ. എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിയാ അവനിതൊക്കെ ചെയ്യുന്നത്. എന്നേക്കുമേ ഒതുക്കാൻ എന്താ ഒരു വഴി? വിനയൻ ഒതുക്കാൻ ഞാനൊരു ചെറിയ വഴി കാണുന്നുണ്ട്. എന്താ അത്? വിനയൻ കല്യാണം കഴിച്ചത് എൻ്റെ കൂട്ടുകാരൻ ബാബുവിൻ്റെ മകൾ അഞ്ജലിയെ. മനസ്സിലായില്ലേ? ഈ ബാബുവിന് വലിയൊരു പണം കൊടുത്ത് നമ്മൾ സ്വാധീനിക്കുന്നു. അത് നല്ലൊരു ഐഡിയ. വിനയനെ പോലെയല്ല, വലിയൊരു പൈസ ഭ്രാന്തനാണ് ഈ ബാബു. അല്ല, ബാബുവിനെ നിങ്ങൾ സ്വാധീനിച്ചാലും വിനയൻ എങ്ങനെ കേസ് പിൻവലിക്കും? അല്ല, അറിയാഞ്ഞൊരു ചോദിക്കുക. നടക്കും. വിനയന്റെ ഭാര്യ അഞ്ജലി ഭർത്താവിനെ നല്ലപോലെ പ്രസ് ചെയ്താൽ ചിലപ്പോ നടക്കൂ. ബാബു പൂർണ്ണമായും നമ്മുടെ കൂടെ നിൽക്കും. നിൽക്കുവോ? അതെനിക്ക് ഉറപ്പാ. എന്നാ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. പെട്ടെന്ന് വേണേ. എന്നാ ശരി. മൂപ്പരാളെ നല്ല ടെൻഷനില്ല. ആ ബാബുവിനെ ഞാൻ ഉടനെ പോയി